വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഹലോ ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഒരു പ്ലാനും ഇല്ലാതെ, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഒരു പ്ലാനും ഇല്ലാതെ തിരുവോണത്തിൻ്റെ അന്ന് നബിദിനം ഉണ്ടെന്ന്, അപ്പം ഞങ്ങൾ ടൂർ പോകാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. പക്ഷെ എവിടെ അറിയത്തില്ല. ആയതുകൊണ്ട് തന്നെ ഓൾമോസ്റ്റ് പമ്പുകളൊക്കെ അവധിയായിരുന്നു കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ തുറന്ന് പ്രവർത്തിക്കുന്ന പമ്പിലാണെങ്കിലോ ഭയങ്കരമായ തിരക്കും. പിന്നെയാണ് ഞാൻ മനസ്സിലാക്കിയത് മൂന്നാറിലോട്ടാണ് ഞങ്ങൾ പോകുന്നത്. ചായ കുടിക്കാനേ നിർത്തിയിട്ടുണ്ട്. നമ്മളിപ്പോൾ എവിടെ എത്തിയെന്ന് വെച്ചാൽ പന്തളമൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഒരു ബ്രേക്ക് എടുത്ത് ഞങ്ങൾ ചായയും പഴംപൊരിയൊക്കെ കഴിച്ച് അവിടുന്ന് തിരിച്ചിട്ടുണ്ടായിരുന്നേ. പോകുന്ന വഴിക്ക് നല്ല മഴയായിരുന്നു. പിന്നെ ഒരു ഫ്രൂട്ട്സ് കട കണ്ടപ്പോഴത്തേനും അപ്പം അവിടെ ചവിട്ടി നിർത്തിയിട്ടോ. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് വേറെ ഫ്രൂട്ട്സ് ഒന്നും മേടിച്ചില്ല, ആപ്പിൾ മാത്രമേ വാങ്ങിയുള്ളൂ. പിന്നെ ബ്ലൂബെറിയുടെ വില ചോദിച്ചപ്പോഴത്തേനും 220 രൂപ. എനിക്ക് തോന്നുന്നുണ്ട് ആകെ ഒരു 10-12 അത്രയ്ക്ക് ആ ബോക്സിനകത്ത് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ എൻ്റെ ആലാട സ്ഥിരം കലാപരിപാടികളാണ്, മുട്ടായി പലവിധം, അങ്ങനെയൊക്കെ അതും കൂടി മേടിച്ച് തന്നിട്ടുണ്ടായിരുന്നു. സമയം 6:40. വീട്ടിൽ നിന്ന് 3:30 ഇറങ്ങിയത്. പതുക്കെ പോകുന്നോണ്ട് വേറെ ആരും ഇല്ലല്ലോ, അതുകൊണ്ട് നമ്മൾ പയ്യെ പോവാന്ന് കരുതി. അങ്ങനെ കോട്ടയത്ത് ഇങ്ങനെ വീഡിയോ എടുത്തോണ്ടപ്പോൾ പറയാ നല്ല ആർട്ടിഫിഷ്യലായ സംസാരം. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? എനിക്കറിയത്തില്ല കേട്ടോ. വോയിസ് ഓവർ കൊടുക്കുമ്പോഴും നേരെ സംസാരിക്കുമ്പോഴും എങ്ങനെയാണെന്ന് അറിയത്തില്ല. പക്ഷേ ആദ്യമായിട്ടാണ് യൂട്യൂബിലോട്ട്, അതുകൊണ്ട് തന്നെ കുറേ പോരായ്മകളൊക്കെ കാണും. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ അത് കമൻ്റായിട്ടൊന്ന് അറിയിക്കണേ. അപ്പോൾ ഞങ്ങൾ എന്തായാലും മൂന്നാർ എത്തിയിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്കുള്ള വീഡിയോസൊന്നും ഞാൻ എടുത്തില്ല കേട്ടോ. അങ്ങോട്ട് പോകുമ്പോൾ അത്യാവശ്യം നല്ല മഞ്ഞൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വണ്ടികളൊക്കെ ഫോർഡ് ഇൻഡിക്കേറ്റർ ഇട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങളവിടെ ചെന്ന് റൂം കിട്ടുമോ തന്നെ സംശയമായിരുന്നു. ഞങ്ങൾ നേരത്തെ ബുക്കൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും നമുക്ക് റൂമൊക്കെ കിട്ടി. അത്യാവശ്യം നല്ല റൂമൊക്കെ ആയിരുന്നു കേട്ടോ. അതുപോലെ തന്നെ അഫോർഡബിൾ ആയിട്ടുള്ളൊരു പ്രൈസും ആയിരുന്നു. റൂമിൽ നിന്ന് നേരെ ഇറങ്ങുന്നത് ഒരു ചെറിയൊരു ബാൽക്കണിയിലേക്കാണ്. അവിടെ നിന്ന് നോക്കിയാൽ യൂക്കാലി മരങ്ങൾ നമുക്ക് നിറയെ നിൽക്കുന്നത് കാണാൻ പറ്റും. രാവിലത്തെ ഫുഡ് നമ്മൾ അവിടെ നിന്ന് തന്നെ കേട്ടോ ഓർഡർ ചെയ്ത് കഴിച്ചിട്ടുണ്ടായിരുന്നത്. പൂരിയും പിന്നെ കിഴങ്ങറിയില്ലേ നമ്മുടെ, അതും പിന്നെ ചായയായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. അതൊക്കെ കഴിച്ച് നമ്മൾ ഫ്രഷ് ആയിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. മൂന്നാറിൽ വന്നിട്ട് ആദ്യം നമ്മൾ പോകുന്നത് ഇവിടെയുള്ള ടോപ്പ് ഹിൽ സ്റ്റേഷനിലേക്കാണ്, വട്ടവട. അപ്പോൾ അങ്ങോട്ട് പോകുമ്പോഴത്തേനും നമ്മൾ മൂന്നാർ ടൗണിൽ തന്നെയാണ് സ്റ്റേ ചെയ്തത്. അതുകൊണ്ട് അവിടെ നിന്നൊരു കുറച്ച് കിലോമീറ്റേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ പോകാൻ വേണ്ടിയിട്ട്. പോകുന്ന വഴിയിലുള്ള ഒരു ഡാമാണ്. അവിടെ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ ലക്ഷ്യം അതൊന്നും അല്ലല്ലോ, ഹിൽ സ്റ്റേഷൻ അല്ലേ. ഞാൻ ഈ വീഡിയോയ്ക്ക് വോയിസ് റെക്കോർഡ് ചെയ്യുന്നു എന്നറിയുമ്പോൾ കാക്കകൾക്ക് ബഹളം തുടങ്ങും കേട്ടോ. നിങ്ങളതെന്തായാലും ശബ്ദമൊന്നും ഇഗ്നോർ ചെയ്യണേ. അങ്ങനെ ഞങ്ങൾ കാറൊക്കെ പാർക്ക് ചെയ്ത് കുറച്ച് മുമ്പോട്ട് നടക്കണം കേട്ടോ, ആ ഒരു പോയിന്റിലോട്ട് എത്താൻ വേണ്ടിയിട്ട്. അവിടെ ചെന്നിട്ട് പാസ്സും എടുക്കണം നമ്മൾ ആ ഒരു പോയിന്റ് കാണാൻ വേണ്ടി. എന്തായാലും സ്ഥലം സൂപ്പറായിരുന്നു കേട്ടോ. പിന്നെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റിയിട്ടുള്ളൊരു ആപ്റ്റായിട്ടുള്ളൊരു പ്ലേസാണ്. പിന്നെ മൂന്നാർ, ഇടുക്കി, വയനാട് ഇങ്ങനെയുള്ള പ്ലേസസിലൊക്കെ കൂടുതലും ഗ്രീനറി ആണല്ലോ അല്ലേ. അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ നമ്മുടെ മനസ്സൊന്ന് റിലാക്സ്ഡ് ആവും. എനിക്കങ്ങനെയാണ് ഫീൽ ചെയ്തത് കേട്ടോ. സ്റ്റേഷനൊക്കെ കണ്ട് ടാറ്റാ ബൈ ബൈ പറഞ്ഞ് അവിടെ നിന്ന് തിരിച്ചിട്ടുണ്ടായിരുന്നേ. വരുന്ന വഴിക്കൊന്നും നല്ല ഫുഡ് ഒന്നും കിട്ടുന്ന സ്ഥലമൊന്നും ഇല്ലല്ലോ. കാരണം നമ്മൾ ടോപ്പിൽ പോകുമ്പോഴത്തേനും അങ്ങനത്തെ ഏരിയാസ് കവർ ചെയ്താണ് പോകുന്നത്. അങ്ങനെ ഒരു ചെറിയ കടയിൽ കയറി ഞങ്ങൾ എന്തായാലും കുറച്ച് മാഗിയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഫ്രഷ് ക്യാരറ്റൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു ബഞ്ചിന് 50 റുപ്പീസാണ് പറയുന്നത്. നമ്മൾ ക്യാരറ്റൊന്നും മേടിക്കാൻ നിന്നില്ല. എന്തായാലും വെജിറ്റബിൾ മാഗിയൊക്കെ കഴിച്ച് ഞങ്ങൾ പോയി. പോകുന്ന വഴിക്ക് കണ്ടില്ലേ ഭയങ്കരമായ ബ്ലോക്കായിരുന്നു. മൂന്നാർ ടൗൺ വരെ ഇതേ ബ്ലോക്കായിരുന്നു കേട്ടോ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നത്.
സ്ഥലങ്ങളുടെ പ്രത്യേകത എന്ന് പറയാൻ അടിപൊളി ചായ കിട്ടും അല്ലേ. കാരണം തേയിലത്തോട്ടങ്ങളുടെ ഒരു ഏരിയ ആണിത് ഫുള്ള്. അതുകൊണ്ട് തന്നെ നല്ല നമുക്ക് ചായ കുടിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ടൗൺ എത്തുന്നതിന് മുമ്പിട്ടായിട്ട് അവിടെ കയറിയിട്ട് ഒരു ചായയും ഗീ കേക്കും പിന്നെ ഒരു ചോക്ലേറ്റ് മഫിനാണ് കഴിച്ചത്. രാത്രിയിൽ പിന്നെ ഞങ്ങൾ റൂമിൽ വന്നതിന് ശേഷം ചപ്പാത്തിയും പിന്നെ അതുപോലെ തന്നെ ചിക്കൻ ടിക്കയാണെന്ന് തോന്നുന്നുണ്ട്, അത് റൂമിൽ നിന്ന് ഓർഡർ ചെയ്തതിന് കഴിച്ചിട്ടുണ്ടായിരുന്നേ. പിറ്റേന്ന് ഞങ്ങൾ രാവിലെ വന്നത് പോയ വഴിയല്ല കേട്ടോ, ഗ്യാപ്പ് റോഡ് വഴിയാണ് വന്നത്. നിങ്ങൾ കാണേണ്ട ഒരു സ്ഥലം കേട്ടോ. മൂന്നാറിൽ വന്നതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണിത്. സത്യം പറഞ്ഞാൽ മൂന്നാറിൽ ചെന്നിട്ട് ഞങ്ങൾ മഞ്ഞേ കണ്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇതുവഴി പോയപ്പോൾ ഉണ്ടല്ലോ, അതും രാവിലെ പോകണം കേട്ടോ. രാവിലെ അതായത് ഒരു 9 മണിക്ക് മുന്നേ തന്നെ ഞങ്ങൾ ആ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ആ കാഴ്ച ഞങ്ങൾ കണ്ടത്. അടിപൊളിയായിരുന്നു കേട്ടോ അത്. മഞ്ഞൊക്കെ കണ്ട് താഴോട്ട് വന്നപ്പോഴാണ് പല സൈസിലുള്ള ഉപ്പിലിട്ട ഐറ്റം നമ്മൾ കണ്ടത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ക്യാരറ്റും അതിൽ നിന്ന് നെല്ലിക്കയും മേടിച്ചിട്ടുണ്ടായിരുന്നേ. സത്യം പറയാലോ, വായി വെക്കാൻ കൊള്ളത്തില്ലായിരുന്നു. തിരിച്ചു വരുന്ന വഴിക്ക് ഞങ്ങൾ പരുന്തുംപാറയിലും കൂടെ ഒന്ന് കയറിയിട്ടുണ്ടായിരുന്നു. വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് തിരിച്ചു വരുന്ന അന്നത്തെ ദിവസമാണ് കേട്ടോ അരിയാഹാരം കഴിക്കുന്നത്. കാരണം അല്ലാതെയൊക്കെ നമ്മൾ മാഗി അങ്ങനെയുള്ള ഫുഡൊക്കെയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ നല്ല ഫുഡുകളൊന്നും നമുക്ക് ടൈമിൽ കിട്ടത്തുമില്ല. അതുകൊണ്ടാണ്. അപ്പോൾ തിരിച്ചു വരുന്ന വഴിക്ക് ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനുമാണ് വാങ്ങിച്ചിട്ടത്. പിന്നെ ആല വെറുതെ ആവശ്യമില്ലാതെ ബർഗറൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളാണത് തിന്നു തീർത്തത്. പക്ഷെ ഫുഡ് അത്ര കുഴപ്പമില്ലായിരുന്നു, എങ്കിലും ആംബിയൻസ് അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ കാണുന്നവർ ഇഷ്ടമാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ.